ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായും 99% കൊഴിച്ചിലും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ ചെയ്തിട്ട് നല്ലൊരു എഫക്റ്റീവ് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണിത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു കൊടുത്തു. ഉമ്മാൻ്റെ മുടി ഒന്ന് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് കോതിയാൽ തന്നെ നല്ലതുപോലെ കയ്യിൽ വരുമായിരുന്നു കേട്ടോ. അത്രക്കും മുടി കൊഴിച്ചിലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിൽ കുളി കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ബാത്റൂമിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ആ വെള്ളം പോകുന്ന അതിലൊക്കെ നല്ലപോലെ മുടി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഉമ്മാൻ്റെ മുടി കൊഴിച്ചിൽ നല്ല പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു കൊടുക്കുക. നമ്മൾ മുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കേട്ടോ. സ്കാൽപ്പിൽ മാത്രമാണ് തേക്കേണ്ടത്, മുടിയിൽ തേക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ വിറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പോൾ അതിനൊന്നും എടുത്തു കൊടുക്കണ്ട. അധികം വില ഒന്നും വരുന്നില്ല. 100 രൂപേൻ്റെ ഉള്ളിൽ 10 ക്യാപ്സ്യൂൾ എങ്ങാനും കിട്ടും. അതിങ്ങനെ മുട്ടുസൂചി കൊണ്ട് കുത്തി കൊടുക്കുന്നതിനെക്കാട്ടും നല്ല ഒരു കത്രിക എടുത്തിട്ട് തുമ്പ് വെട്ടുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. മുട്ടുസൂചി കൊണ്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പീച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മുടി കൊഴിച്ചിൽ ഇല്ലവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ കുറേ ടാബ്ലറ്റ് വാങ്ങിയിട്ട് ഡെയിലി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം, ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെ എപ്പോഴാണോ സൗകര്യം അപ്പം ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ക്യാപ്സ്യൂൾ വാങ്ങി നോക്കുക. എന്നിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ അതിശയിപ്പിക്കുക. അത്ര റിസൾട്ടാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് മുടി വളരാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഇൻ്റെ എൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട്, 30 days ചാലഞ്ച് ചെയ്ത് നോക്കിയതാട്ടോ. അത് ചെയ്ത് നോക്കിയപ്പോൾ മുടി കൊഴിച്ചിൽ സത്യം പറഞ്ഞാൽ ചീർപ്പിൽ വാർന്ന ആകെ ഒരു മുടിയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രത്തോളം മുടി കൊഴിച്ചിൽ മാറി എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് പിന്നെ എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ മുടി കൊഴിയുണ്ട്, കുറേ ആയി പറയുന്നു മുടി കൊഴിയുണ്ട്, എന്താ ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു മരുന്ന് പറഞ്ഞത് ഉമ്മച്ചി ഫസ്റ്റ് ഒരു വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ക്യാപ്സ്യൂൾ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഉമ്മച്ചിക്ക് ഞാൻ കൊടുത്തു. അപ്പം ഉമ്മച്ചി അത് യൂസ് ചെയ്തിട്ട് പറഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഉമ്മച്ചി തന്നെ കൈ കൊണ്ട് കോതിയിട്ടൊക്കെ മുടി കാണിച്ചെന്നു. എൻ്റെ മുടി നോക്കാൻ എത്ര കൊഴിയണേ ഇല്ല ഇപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങളിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ സ്കാൽപ്പിൽ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ മുമ്പായിട്ട് നിങ്ങൾ എപ്പോഴാണോ എണ്ണ ഇടുക അപ്പോൾ ചെയ്താൽ മതി. സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, വിറ്റമിൻ ഇൻ്റെയാണ്. പിന്നെയെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കമൻറ്റ് ഇടണം നിങ്ങൾ. റിസൾട്ട് കിട്ടുമെന്ന് 100% ഉറപ്പാണ്. ഞാൻ ആ ഒരു 30 days ചാലഞ്ചിന് വേണ്ടി ചെയ്തതാണ്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിന്നു. പിന്നെ ചെറിയ കുട്ടി മുടികൾ കുറേ വന്നു കേട്ടോ. റോസ്മേരി വാട്ടറിനെക്കാട്ടും എഫക്റ്റീവായിട്ട് തോന്നിയൊരു മെത്തേഡാണ് എനിക്കിത്. റോസ്മേരി മുടി കൊഴിച്ചിൽ കുറയുന്നുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് അങ്ങോട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ വിസിബിൾ ചേഞ്ച് ചെയ്യിക്കാരം നിങ്ങൾക്ക് കാണാൻ കഴിയുക. പിന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതാണിത്. സത്യം പറഞ്ഞാൽ 30 days ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിൽ മുടി വളർന്നിട്ടൊന്നുമില്ല, പക്ഷെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. സ്ത്രീകളൊക്കെ ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാവും മുടി. അപ്പോൾ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട, നല്ലപോലെ കുറഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള ടിപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. റിസൾട്ട് കിട്ടണവരൊന്ന് കമൻറ്റിൽ വിടണേ. അപ്പോഴേ മറ്റുള്ളവർ വീഡിയോ കാണുന്നവർക്ക് ഇതൊരു വിശ്വാസം കൂടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ബായ്.